ചന്ദ്രന്റെ ഉപരിതല പരീക്ഷണങ്ങൾ നടത്താൻ ചാന്ദ്രയാൻ 1 എത്ര പേലോഡുകളാണ് ഘടിപ്പിച്ചിരുന്നത്? ഉത്തരം 11. ഇവയിൽ 5 ഇന്ത്യയിൽ നിർമ്മിച്ചതും ബാക്കി 6 വിദേശ നിർമ്മിതവുമാണ്. ചന്ദ്രന്റെ ഉപരിതല പരീക്ഷണങ്ങൾ നടത്താൻ ചാന്ദ്രയാൻ 1 11 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. 5 ഇന്ത്യയിൽ നിർമ്മിച്ചതും 6 വിദേശ നിർമ്മിതവുമാണ്. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ നിർമ്മിത പേലോഡുകളാണ് ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നിവ. ചാന്ദ്രയാൻ 1 വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, റഡാർ, മൂൺ മിനറോളജി മാപ്പർ. ചാന്ദ്രയാൻ 1 6 വിദേശ നിർമ്മിത പേലോഡുകൾ ഉണ്ടായിരുന്നു. എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, റഡാർ, മൂൺ മിനറോളജി മാപ്പർ എന്നിവയാണ് ഈ 6 പേലോഡുകൾ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ISROയുടെ അന്നത്തെ ചെയർമാനായിരുന്ന ജി മാധവൻ നായരായിരുന്നു ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത്. സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ ചന്ദ്രന്റെ ഒരേ ഭാഗം തന്നെ ദൃശ്യമാകുന്നതിനുള്ള കാരണം എന്താണ്? ഉത്തരം ഭൂമിക്കും ചന്ദ്രനും ഒരേ ഭ്രമണകാലം ഉള്ളതിനാൽ. ഭൂമിക്കും ചന്ദ്രനും ഒരേ ഭ്രമണകാലം ഉള്ളതിനാലാണ് ഭൂമിയിൽ ചന്ദ്രന്റെ ഒരേ ഭാഗം തന്നെ ദൃശ്യമാകാൻ കാരണം. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണം എന്താണ്? ഉത്തരം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണമെന്നത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ്. നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹപദാർത്ഥങ്ങളുമായ വസ്തുക്കൾ. ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹപദാർത്ഥങ്ങളുമായ വസ്തുക്കളെയാണ് നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്ന് പറയുന്നത്. ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടെ നക്ഷത്രങ്ങൾ മറയുന്നത് കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്? ഉത്തരം ഛിന്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട്. ഛിന്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കാരണം ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നക്ഷത്രങ്ങൾ മറയുന്നത് പോലെ കാണാൻ കഴിയുന്നു. ഏത് പ്രദേശത്താണ് ധാരാളം ഛിന്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം കിർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്ത്. കിർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്താണ് ധാരാളം ഛിന്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി മെറ്റ്സാറ്റിനെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? ഉത്തരം കൽപ്പന. 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിച്ച ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി മെറ്റ്സാറ്റിനെ പിന്നീട് പുനർനാമകരണം ചെയ്ത പേരാണ് കൽപ്പന. കൽപ്പന 2 2007 ഭ്രമണപഥത്തിലെത്തിയത്. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ. ഉത്തരം നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകളാണ് നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ. ഉത്തരം നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ അല്ലെങ്കിൽ സെന്റോർ റോക്കറ്റുകൾ. നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ അല്ലെങ്കിൽ സെന്റോർ റോക്കറ്റുകളെയൊക്കെ അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകളെയാണ്. നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ അമേരിക്കൻ നിർമ്മിതവും സെന്റോർ റോക്കറ്റുകൾ ഫ്രഞ്ച് നിർമ്മിതവുമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ.
ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു ദേശത്തിന് മുഴുവനും അഭിമാനിക്കാവുന്ന നിമിഷം. ഒരു അന്താരാഷ്ട്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. സാങ്കേതിക വിദ്യയുടെ വിജയത്തിൽ കവിഞ്ഞൊരു വിജയം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രശസ്തമായ വാക്കുകളാണ്: ഒരു ദേശത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷം, ഒരു അന്താരാഷ്ട്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, സാങ്കേതിക വിദ്യയുടെ വിജയത്തിൽ കവിഞ്ഞൊരു വിജയം. 2007 സെപ്റ്റംബറിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ജപ്പാന്റെ ബഹിരാകാശ വാഹനം. ഉത്തരം കഗുയ. 2007 സെപ്റ്റംബറിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിച്ച ജപ്പാന്റെ ബഹിരാകാശ വാഹനമാണ് കഗുയ. ചന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. ചന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തമായിരുന്നു ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്താറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള ബിസ്താറ്റിക് റഡാർ പരീക്ഷണങ്ങളാണ് നടന്നത്. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേര്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേരാണ് മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളിലുള്ള കറുത്ത പൊട്ടുകളിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം ഏകദേശം 600 ലക്ഷം മെട്രിക് ടൺ ജലം. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളിലുള്ള കറുത്ത പൊട്ടുകളിലെ ജലത്തിന്റെ അളവ് ഏകദേശം 600 ലക്ഷം മെട്രിക് ടൺ ആണ്. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാള തീർക്കാൻ കഴിയുമെന്ന് പറയുന്നത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കൂബിൻ. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാള തീർക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഫ്രാൻസിസ് മക്കൂബിൻ ആണ്. ഫ്രാൻസിസ് മക്കൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും എന്തിനെക്കുറിച്ചായിരുന്നു പഠനം നടത്തിയിരുന്നത്? ഉത്തരം ചന്ദ്രനിലെ പാറകളിലെ ആപ്പാറ്റൈറ്റ് എന്ന ലവണത്തിലെ ഹൈഡ്രോക്സിലിനെ കുറിച്ച്. ചന്ദ്രനിലെ പാറകളിലെ ആപ്പാറ്റൈറ്റ് എന്ന ലവണത്തിലെ ഹൈഡ്രോക്സിനെ കുറിച്ചാണ് ഫ്രാൻസിസ് മക്കൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും പഠനം നടത്തിയത്. ചന്ദ്രയാൻ 1ന്റെ പദ്ധതി ചെലവ് എത്രയായിരുന്നു? ഉത്തരം ഏകദേശം 386 കോടി രൂപ. ചന്ദ്രയാൻ 1ന്റെ പദ്ധതി ചെലവ് ഏകദേശം 386 കോടി രൂപയായിരുന്നു. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്ര തവണ കറങ്ങി? എത്ര ചിത്രങ്ങൾ അയച്ചു? ഉത്തരം 3400 തവണ കറങ്ങി 70,000 ചിത്രങ്ങൾ അയച്ചു. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ 3400 തവണ കറങ്ങുകയും 70,000 ചിത്രങ്ങൾ അയക്കുകയും ചെയ്തു. ആലിയസ് എന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന അല്പായുസ് മാത്രമുള്ള ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക. പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന അല്പായുസ് മാത്രമുള്ള ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ആലിയസ് എന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശം. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതി ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രപീഠകത്തിൽ നിന്നും വേർപെട്ട MIP അല്ലെങ്കിൽ മൂൺ ഇമ്പാക്ട് പ്രോബ് എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കുതിച്ചത്? ഉത്തരം മിനിറ്റിൽ 1.6 കിലോമീറ്റർ വേഗതയിൽ. ചന്ദ്രപീഠകത്തിൽ നിന്നും വേർപെട്ട മൂൺ ഇമ്പാക്ട് പ്രോബ് മിനിറ്റിൽ 1.6 കിലോമീറ്റർ വേഗതയിലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് സഞ്ചരിച്ചത്. മൂൺ ഇമ്പാക്ട് പ്രോബിൽ നിന്ന് ആദ്യമായി സിഗ്നൽ എത്തിയത് എവിടെയാണ്?
ഉത്തരം ബാംഗ്ലൂരിനടുത്ത് ബെലാലുവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്ക്. മൂൺ ഇമ്പാക്ട് പ്രോബിൽ നിന്ന് ആദ്യമായി സിഗ്നൽ എത്തിയത് ബാംഗ്ലൂരിനടുത്ത് ബെലാലുവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്കാണ്. പേലോഡുകൾ എന്നാൽ എന്താണ്? ഉത്തരം പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള ഉപകരണങ്ങൾ. പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള ഉപകരണങ്ങളെയാണ് പേലോഡുകൾ എന്ന് അറിയപ്പെടുന്നത്.